ഈശ്വരകലാമൃതത്താൻ ക്ഷേത്രത്തിലെ 10ാമത് രുദ്രേകാദശി കഴിഞ്ഞ് ഇതിൻ്റെ സതരുദ്രിയ ഹോമം കഴിഞ്ഞ് വസോദ്ധാരയാണ്. 10ാമത് വർഷം വിച്ഛിന്നമായിട്ട് ഇവിടുത്തെ എല്ലാ മഹാജനങ്ങളുടെയും ഭക്തി കാരണം ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും സിദ്ധിക്കുന്നുകൊണ്ട് 10 വർഷം വിച്ഛിന്നമായി നടന്ന ഈ സംരംഭം ഇനിയും മേൽക്കൊണ്ട് നടന്ന് നല്ല രീതിയിൽ ഒരു മഹാക്രമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഭഗവാന്റെ എന്താന്ന് പറഞ്ഞാൽ കൃപാകടാക്ഷത്തിന് എല്ലാ ഭക്തജനങ്ങളും ഈ നമ്മൾ ഒരു കാര്യം നല്ല എല്ലാവർക്കും വേണ്ടിയാണ് ഒരു കാര്യം ചെയ്യുന്നത്. സർവേ ജനാ സുഖിനോ ഭവന്തു. അമ്പലത്തിൽ വരുന്നവനും വരാത്തവനും എല്ലാവർക്കും ഇതിന്റെ പുണ്യം കിട്ടും. അതുകൊണ്ടാണ് എല്ലാവരും നന്നായിരിക്കണം എന്ന് പറഞ്ഞ് ഇത് നല്ല രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോയി മേൽക്കൊണ്ടും നല്ല രീതിയിൽ ഐക്യമത്യത്തോടുകൂടി നടക്കണം. ഇനി ഇത് വസോർധാരയാണ്. ഈ വസോർധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന് ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവന് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള ഓരോരോ ആഗ്രഹങ്ങൾ നമ്മളെ ഇദ്ദേഹം പറഞ്ഞ പോലെ 10 കിട്ടിയെങ്കിൽ 100 മതിയെന്നും 100 കിട്ടിയെങ്കിൽ സഹസ്രം മതിയെന്നും സഹസ്രമെങ്കിൽ ലക്ഷം മതിയെന്നും എന്നുള്ളൊരു മനസ്ഥിതി എല്ലാവർക്കും ഉണ്ടാകും. പണത്തിൽ മാത്രം വേറെ ഒന്നിനും വരുന്നില്ല. അപ്പോൾ ഈ പണം നമുക്ക് എല്ലാവർക്കും പരിമിതമായിട്ട് എല്ലാവർക്കും നമുക്ക് ജീവിക്കാനുള്ള പണം കിട്ടണം. പക്ഷേ എല്ലാവരും സുഖലോലുപരായിട്ട് ആർക്കും ഒരു കഷ്ടതയും ഇല്ലാതെ നടക്കണം. എല്ലാ കാര്യങ്ങളും ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതിന് മനുഷ്യന് ആവശ്യമുള്ള 371 ആവശ്യങ്ങളാണ് ഈ ചമക രൂപേണ വേദം തന്നെ ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്നത്. വേദം തന്നെ ചിട്ടപ്പെടുത്തി തന്നതാണ് ഈ ചമകം. ചമയെ എന്ന് പറഞ്ഞാൽ വേണം എന്നാണ് അർത്ഥം. എന്തായാലും ഭാജക്ഷമയെ, ഭാജം എന്ന് പറഞ്ഞാൽ 2 ഭാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാജം എന്ന് പറഞ്ഞാൽ കുതിര എന്ന് പറഞ്ഞ അർത്ഥമാണ്. എന്തെന്ന് പറഞ്ഞാൽ ഐശ്വര്യം വേണം. ഭാജം എന്ന് പറഞ്ഞാൽ കുതിര. പണ്ടൊക്കെ ബസ് കാറൊന്നുമില്ല. ഇന്ന് ഈ മൃഗങ്ങളുടെ പുറത്താണ് സഞ്ചാരം നടക്കുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ ആ കാലഘട്ടം അനുസരിച്ച് ഇതങ്ങനെ ചിട്ടപ്പെടുത്തിയത്. എല്ലാം അസ്മാചമേ, വീട് കെട്ടാൻ മണ്ണ് വേണ്ടേ, കല്ല് വേണ്ടേ, അസ്മാചമേ, വൃത്തികാചമേ, ഇതെല്ലാം നമ്മൾ എന്തൊക്കെ ഭഗവാനോട് വേണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതെന്താ ആ ഇടമുറിയാതെ ആ നെയ്യ് കൊണ്ട് വസോർധാര ചെയ്യുന്നു. വസോ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നും അർത്ഥമുണ്ട്, നെയ്യ് എന്നും അർത്ഥമുണ്ട്. ഈ ശ്രീ എന്ന് പറഞ്ഞ അർത്ഥത്തിന് 2 അർത്ഥമുണ്ട്. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്, ശ്രീ എന്ന് പറഞ്ഞാൽ വിഷം എന്ന് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ശ്രീകണ്ഠൻ. ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞാൽ വിഷത്തെ കണ്ടത്തിലാക്കിയവൻ ആരോ അവനാണ് ശ്രീകണ്ഠൻ. അതുകൊണ്ട് ഈ സംസ്കൃതത്തിന് പല പല അർത്ഥങ്ങൾ വരും. ഒരേ ഹരി എന്ന് എഴുതി കഴിഞ്ഞാൽ ഭഗവാനാണ്, ഹരി എന്ന് എഴുതി കഴിഞ്ഞാൽ ആനയാണ്, ഈ ഹരി നീട്ടി വെച്ച് കഴിഞ്ഞാൽ പരമയാണ്. അപ്പോൾ സംസ്കൃതത്തിന് അങ്ങനെ ധാരാളം ഇതുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും ഈ ചമകമന്ത്രത്തിൽ, നമ്മൾ ചമകമന്ത്രം എല്ലാവർക്കും അറിയത്തില്ല, നമ്മൾ പറയും. എല്ലാവരും അവർക്ക് വേണ്ടിയും അവരുടെ കൂടെയുള്ള ബന്ധുക്കൾ, ശാസ്ത്രിത ബന്ധുജനങ്ങൾക്കും അയൽപക്കക്കാരൻ വന്നിട്ടില്ലെങ്കിൽ പോലും അവരും വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിലേ നമ്മൾ നന്നാവുള്ളൂ. അതുകൊണ്ട് അതിൽ ഇംഗ്ലീഷ് ഒരു പരമുണ്ട്, ഗുഡ് ഇനഫ് ഇസ് ദ എനിമി ഫോർ ആൾ ദ പ്രോഗ്രസ് എന്നാണ്. ഗുഡ് ഇനഫ് ഇസ് ദ എനിമി എന്ന് പറഞ്ഞാൽ അടുത്തൊരു ശത്രു താമസിക്കുകയാണെങ്കിൽ നമുക്ക് അലേർട്ട്നെസ് പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണമെന്ന് അവൻ പുറത്ത് പറയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അലേർട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല രീതിയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് ഈ വസോർധാരയിൽ പങ്കെടുക്കുക. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾക്ക് പാത്രീഭൂതരാകുക.